ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ പുതിയ ബാഗ് വാങ്ങിയില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇതേ മൈ സ്റ്റൈൽ എന്നൊക്കെ എഴുതിയിട്ടുള്ള അടിപൊളി, ഇങ്ങനെയുള്ള ലക്കി ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ഇത്. അപ്പോൾ നമുക്കിനി സാധനങ്ങൾ വയ്ക്കാം. ഫസ്റ്റ് ഞാനൊരു ബുക്കാണ്, നല്ല അടിപൊളി പിങ്ക് കളർ പേപ്പർ വെച്ച്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കൂ, പിന്നെ ഇങ്ങനെ ബബിൾസ് പോലുള്ള. പിന്നെ നമ്മൾ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേര് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാദ്യം വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിനി പൗച്ചാണ്. എനിക്ക് ഇവരേനെ അത്രയ്ക്ക് ഇഷ്ടമല്ല, എങ്കിലും ഈ മോഡൽ, ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രസമല്ലേ? ഇനി നമുക്ക് അതിലെന്തൊക്കെ വെക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മളെ കുറച്ച് സാധനങ്ങളാണ്. ഓക്കെ, ഇതേപോലൊരു കവ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവ്, ഇത് ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ പുതിയതായിട്ട് പെന മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 2 പെൻസിലാണ്. ആദ്യം നല്ലൊരു പിങ്ക് കളർ പെൻസിൽ കണ്ടോ, ഇതും പിന്നെ നമ്മുടെ ഈ ഒരു ക്യൂട്ട് റബ്ബർ. ഇതെനിക്കൊരു സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്, ഞാനത് ഉപയോഗിച്ചില്ല, കാരണം സ്കൂളിൽ ഇറക്കുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഒരു കട്ടർ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇത് കണ്ടോ, ഇതിങ്ങനെ സ്റ്റാൻഡ് പോലെ വയ്ക്കാം. ഇതൊക്കെ നമുക്ക് ഈ കവറിലിടാം. ഞാൻ പെൻസിലിട്ടു, റബ്ബർ ഇട്ടു, ഇതൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ലെക്സിയുടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, കാരണം എനിക്കിത് നല്ലൊരു പാനായിട്ട് തോന്നിയിട്ട് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഡോംസിന് നല്ലതാണ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ലെക്സിയിൽ എഴുതിയിട്ട് ഇത് നല്ല പാനായിട്ടാവും. ഇതാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചത്. അപ്പോൾ ഇതേപോലൊരു പാക്കറ്റ് കിട്ടും. പിന്നെ നമുക്കിനി നമ്മുടെ ഈ പൗച്ചിൽ ഇവിടെ വയ്ക്കാം. കാരണം ഇത് ഞാൻ പാക്കറ്റിലാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ മിക്സ് ആകുമ്പോൾ എടുക്കാൻ കുറച്ച് പാടല്ലേ. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് എടുത്താൽ മതിയില്ല. നമ്മൾ എടുത്ത ഇതാണിത്, ഇവിടെ ഇറക്കി വയ്ക്കാം. ഇനി ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഇതും. ഇത് കണ്ടോ, ഒരു നോട്ട് പാഡ് വിത്ത് പോക്കറ്റാണ്. ഇതിൽ ഇവിടെ ഇങ്ങനെ നോട്ട് പാഡാണ് കണ്ടോ, കുറേ പേജസ്. ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എഴുതേണ്ടത്, ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാൻ നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, കാണാനുണ്ടോ? ഓക്കെ, കണ്ടോ, ഇതേപോലെ ഒരു പോക്കറ്റ്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാർഡോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാം. ഇതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇനി നമുക്കൊരു സ്റ്റിക്കി നോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, കാരണം എനിക്ക് എന്തായാലും പഠിക്കണ സമയത്ത് ഇത് ആവശ്യം വരും. കാരണം കുറേ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളും മറക്കാണ്ടിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കിയത് നല്ലതാണ്. നമുക്കിനി ഇത് ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുകയാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, ഞാൻ ഒരു പേപ്പർ സോപ്പ് ഇടുന്ന ഡപ്പിയാണ്. ഞാൻ വെറുതെ ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. കണ്ടോ, ഇതിൽ പേപ്പർ സോപ്പാണ്. കണ്ടോ, പേപ്പർ സോപ്പ് റൗണ്ട് ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഉണ്ട്, പൂ ഷേപ്പ് ഉണ്ട്, ഇവിടെ ലവ് ഉണ്ട്. ഇത് നമ്മൾ ഇതിൽ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതെ, സ്കെയിൽ ഞാൻ വെച്ചില്ല അല്ലേ, അത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഇതിലല്ല വയ്ക്കുന്നത് അത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് എംപ്റ്റി അല്ലേ, നമുക്ക് ഇതിലെന്തെങ്കിലും വയ്ക്കണ്ടേ. കണ്ടോ, ഒരു ടവലാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു ക്യൂട്ട് ടവൽ. ടെഡീസും ഒരു ടെഡിയും ലവൊക്കെ ഉള്ളത്. എനിക്ക് പിങ്കിനോട് ഇപ്പോൾ ഇഷ്ടം കൂടി തന്നെ. എനിക്ക് അത് യെല്ലോ ആയിരുന്നു ഇഷ്ടം, ഇപ്പം എനിക്ക് പിങ്കിലോട്ടായിട്ട്. ഇത് നമുക്ക് വയ്ക്കാം. ഗൈസ്, ചിലപ്പോൾ കറണ്ട് കൂട്ടോ, കാരണം മഴയൊക്കെ അല്ലേ. പക്ഷെ ഇന്നും മഴ പെയ്തിട്ടില്ല.
എന്തായാലും നമ്മൾ അത് വെച്ചിട്ടുണ്ട്. ടവലും ഇതിൽ വെച്ചു. അപ്പോൾ നമ്മുടെ ഇത് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേയിൽ ഒരു ബുക്ക് കൊണ്ടുപോകുള്ളൂ, കാരണം എന്തായാലും അധികം പഠിപ്പിക്കണമൊന്നുണ്ടാവില്ല. പിന്നെ ഉള്ളത് നമുക്ക് സ്കെയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ സ്കെയില് 30 സെൻറ്റിമീറ്ററിൻ്റെ നല്ലൊരു. ഇതും ആ കിറ്റിലുണ്ടായിരുന്ന കേട്ടോ. ആ കിറ്റിൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇതിനെ ഉപയോഗിക്കാമല്ലോ കേട്ടോ. അത്രയും വലിയ സ്കെയിലാണ് ഇത്. നമുക്ക് ഇതേ പാക്കറ്റിൽ തന്നെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വെക്കാം, കാരണം ഞാൻ അത് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല അത്, കാരണം എനിക്ക് ഉപയോഗിക്കാൻ മനസ്സിലുള്ള. ഇത് നമുക്ക് ബാഗിൽ വെറുതെ വെക്കാനാണ്, കാരണം എൻ്റെ പൗച്ച് കുറച്ച് ചെറുതല്ലേ. എന്തായാലും ഇത്രയും വലിയ പൗച്ചൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും, അറിയില്ല. അത് ഇത്രയും നീളമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിൽ വെറുതെ ഇങ്ങനെ വെക്കുവാണ്. അടുത്തതായിട്ട് ഇത് ഞാൻ ഇത്രേ ഉള്ളൂ. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വെക്കാണ്ട്, അത് നമുക്ക് പിന്നെ വെക്കാം. കുറച്ചുകൂടി ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതാണ് ഇനി വാട്ടർ ബോട്ടിൽ, പിങ്ക് സ്റ്റീലിൻ്റെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്കൂൾ ഷോപ്പിങ്ങിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ്. പിന്നെ ആ ബുക്ക് പൊതിയണ ഒരു ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, സ്റ്റീലിൻ്റെയാണ്, കാണാനുണ്ടോ? ഗൈസ്, ഇപ്പം മഴയായിട്ടേ കറണ്ട് പോകുമ്പോൾ മിന്നാമിനികളുണ്ട് ഗൈസ്, പൊളിയാണ്. ഇത് നാളെ വെക്കാണ്, കാരണം നാളെ വെള്ളം നിറയ്ക്കണം, അങ്ങനെ വെക്കാനാണ്. അപ്പോൾ നമുക്കിതിനി ഇവിടെ വയ്ക്കാം. അടുത്തതായി ടിഫിൻ ബോക്സ്. ഇതാണ് എൻ്റെ ടിഫിൻ ബോക്സ്. കണ്ടോ, ഇതിങ്ങനെ തൂക്കുന്ന ടിഫിൻ ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ സിബ് ഓപ്പൺ ആക്കാം. ഇവിടെ കണ്ടു വ്യൂ. ഇവിടെ വയ്ക്കാം. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ഈ മൂടിയിൽ അടിപൊളിയൊരു ഫോർക്കും സ്പൂണും ഉണ്ട്, കണ്ടോ, തിന്നാനായിട്ടും കഴിക്കാൻ വേണ്ടി വെച്ചേക്കണം. നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം. പിന്നെ ഇങ്ങനത്തെ 2 ഡപ്പി ഞാൻ തുറക്കണില്ല, കാരണം നാശമാണ് വെച്ചത്. എനിക്ക് കണ്ടോ, ഇതുപോലത്തെ 2 കറി വെക്കാനായിട്ട്. പിന്നെ ഉള്ളതാണ് ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറുതാന്ന് തോന്നും, ബട്ട് ഇത് ഫുള്ള് ചോറാക്കിയ ഇതെനിക്ക് ഞാൻ അത്രേ കഴിക്കാറുള്ളൂ, കുറേ ഞാൻ കഴിക്കാറില്ല. ഇത് അടച്ച് വയ്ക്കാം. ഇവിടെ നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം. ഭയങ്കര നല്ല ടിഫിൻ ബോക്സാണ്. പിന്നെ ഞാനിത് നാളേക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിത് നാളേക്ക് ഉച്ച വരെയല്ലേ ഉള്ളൂ, നമുക്ക് വൈകുന്നേരം വരെയുള്ളപ്പോൾ എടുത്ത് വയ്ക്കാം. സോ ഇനി എനിക്ക് വയ്ക്കാനുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഗൈസ്, ഞാൻ വയ്ക്കാൻ പോകുന്നത് എൻ്റെ യൂണിഫോമാണ്. ഒരു ഓവർ കോട്ട് അങ്ങനെയുള്ള ഒരു യൂണിഫോമാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ നമുക്കത് വയ്ക്കാം. മടക്കിയത് അത്ര വൃത്തിയില്ല, കുഴപ്പമില്ല, ഇല്ല, ഇതിൽ വയ്ക്കാം. ഞാൻ എന്താ യൂണിഫോം ബാഗിൽ വെക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് നാളെ ചിലപ്പോൾ അറിയില്ല കേട്ടോ, ഞാൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ചിലപ്പോൾ വെൽക്കം ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് പ്രവേശനോത്സവമല്ലേ, അപ്പോൾ കളിക്കേണ്ടി വരും. ചിലപ്പോഴേ കളിക്കുള്ളൂ കേട്ടോ, കാരണം കുട്ടികൾ തന്നെ ഒന്നും അധികം ഇതായിട്ടില്ല. അവിടെ ചെന്ന കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റി യൂണിഫോം ആക്കാൻ വേണ്ടി ഞാൻ യൂണിഫോം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാഗ് ഗൈസ്. ഇനി വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കണം. ഇങ്ങനെ നമുക്ക് ഇതിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ടിഫിൻ ബോക്സ് ആവശ്യമില്ല, കാരണം അന്ന് ഉച്ച വരലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബാഗ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നാളെ നീ സ്കൂളിൽ പോയാൽ മതി. ഞാൻ ചിലപ്പോൾ
പറ്റുവാണെങ്കിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫോ മോർണിംഗ് റുട്ടീനോ എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം പറ്റുവാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.